ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ 4 ഭാഷകളിലായി നാളെ മാർച്ച് 19 വ്യാഴാഴ്ച തിരയുന്ന സിനിമകളാണ് ദുരന്തർ 2, ആട് 3, ഉസ്താദ് ഭഗത് സിംഗ്, യൂത്ത് എന്നിങ്ങനെ. ഈ 4 സിനിമകളുടെയും അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുമ്പോൾ തന്നെ വിപുലമായ രീതിയിൽ കേരളം ഉൾപ്പെടെ ലോകമെമ്പാടുമായി ദുരന്തർ 2-ന്റെ പ്രീമിയർ ഷോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. രൺവീർ സിംഗ് നായനായി ആദിത്യ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ പ്രീമിയർ ഷോ പ്രീസെയിലായി കളക്ട് ചെയ്തത് 63,48 ലക്ഷം രൂപയായിരുന്നു. ഓപ്പണിംഗ് പ്രീസെയിലായി 128 കോടി 50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനായി 250 കോടി നേടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സിനിമ വീക്കെൻഡ് പ്രീസെയിൽ ബുക്കിങ്ങിലൂടെ നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് 260 കോടിക്ക് മുകളിലുമാണ്. അതേസമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രീമിയർ ഷോ റിപ്പോർട്ടുകളെല്ലാം തന്നെ സിനിമയെക്കുറിച്ച് ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏകദേശം 4 മണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള ഈ സിനിമ ഒട്ടും തന്നെ ലാഗടിപ്പിക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. മലയാളത്തിൽ നിന്ന് ഇത് റിലീസായി നാളെ മാർച്ച് 19 തിരഞ്ഞെടുക്കുന്ന ആട് 3 എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, വിജയ് ബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ കേരളത്തിലെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3 കോടി രൂപയ്ക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 4 കോടി 50 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ 3.5-4 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് പ്രീസെയിൽ 5 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നതാണ്. തമിഴിൽ നിന്ന് നാളെ മാർച്ച് 19 തിരഞ്ഞെടുക്കുന്ന സിനിമയാണ് യൂത്ത്. കെൻ കരുണാസാണ് ഈ ചിത്രം തിരക്കഥ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്നത്. നായികയായി അഭിനയിക്കുന്നത് അനുഷ്മ അനിൽകുമാറുമാണ്. ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 1 കോടി 5 ലക്ഷം രൂപയും കർണാടകയിൽ 3,50,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ 1,20,000 രൂപയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഈ സിനിമ നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പ്രീസെയിലായി 1 കോടി 15 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രീസെയിൽ കളക്ഷനായി 1 കോടി 30 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്ത് നാളെ മാർച്ച് 19 തിയേറ്ററിലെത്തുന്ന തെലുങ്ക് സിനിമയാണ് ഉസ്താദ്. പവൻ കല്യാൺ, ശ്രീലീല, റാഷി ഖന്ന എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്ന് വൈകുന്നേരം 3:30 വരെയുള്ള പ്രീസെയിൽ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ആന്ധ്രയിൽ 9 കോടി 15, തെലങ്കാനയിൽ 4 കോടി 92, കർണാടകയിൽ 1 കോടി 5, തമിഴ്നാട്ടിൽ 17 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 16 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 15 കോടി 45 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $5,12,000, അതായത് 4 കോടി 75 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിലായി 3:30 വരെ 20 കോടി 20 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് രാത്രിയോടെ പ്രീസെയിലായി 25 കോടി മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സമീപകാലത്ത് തിയേറ്ററിലെ മിക്കവാറും എല്ലാ സിനിമകളും പരാജയം തന്നെയായിരുന്നു. എന്തായാലും ഇത് റിലീസായി തിരഞ്ഞെടുക്കുന്ന പുതിയ സിനിമകൾക്ക് നല്ല വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പൊതുവേ ഉള്ളത്. എന്തായാലും ഈ സിനിമകളെക്കുറിച്ചും സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.